വാശിയേറിയ പോരാട്ടത്തിനാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. സഞ്ജു വി സാംസന്റെ സാന്നിധ്യം കണി കാണാനെത്തിയ മലയാളികൾക്ക് ഇരട്ടി മധുരമായി. കനത്ത ചൂടിലും ദുബായ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ദുബായിൽ നിന്നും അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏഷ്യ കപ്പ് UAE-യിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞതു മുതൽ തന്നെ ഇവിടെയുള്ള ഇന്ത്യ പാകിസ്ഥാൻ ആരാധകരെല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. അതിനാൽ തന്നെ ഇന്നത്തെ മത്സരത്തിന്റെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെയാണ് വിറ്റഴിഞ്ഞത്. ഞങ്ങൾ അജ്മാനി. നേരത്തെ ടിക്കറ്റൊക്കെ നേരത്തെ കിട്ടിയോ? ടിക്കറ്റ് ഞങ്ങൾ ഗ്രൂപ്പ് ടിക്കറ്റാണ് എടുത്തത്. ഏഷ്യ കപ്പ് ദുബായിലാണെന്ന് പ്രഖ്യാപിച്ചതിന് അന്ന് മുതൽ നമ്മൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വൻവില കൊടുത്ത് കാണാൻ വന്നത് തന്നെ അതുകൊണ്ടാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരമായതുകൊണ്ട് ആവേശപൂർണ്ണമായിരിക്കും എന്ന് നമുക്കറിയാം. പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളായിരുന്നു ഈ ഒരു മത്സരത്തിനായി ദുബായ് പോലീസും ഒരുക്കിയിരുന്നത്. സെൽഫി സ്റ്റിക്ക്, കൊടിത്തോരണങ്ങൾ തുടങ്ങി നിരവധി നിബന്ധനകളായിരുന്നു സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്നവർക്കായി പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. ഏകദേശം ഇന്ത്യ ജയിക്കുമെന്ന് ഉറപ്പായതോടുകൂടി കളി തീരുന്നതിന് മുൻപ് പാകിസ്ഥാൻ ആരാധകർ സ്റ്റേഡിയത്തിൽ നിന്ന് കൂട്ടമായി പുറത്തേക്കിറങ്ങി. Today is India's wins. Inshallah, next time, maybe next Sunday, the 21st Pakistan versus again India's match coming. Inshallah, we will win. और पाकिस्तान क्रिकेट बोर्ड जो चीफ सेलेक्टर है आकिब जावेद को शर्म आनी चाहिए जिससे ये टीम सेलेक्ट की है, और उनको सोचना चाहिए जो बाबर आजम और रिजवान को बाहर करके इन लोगों को मौका दिया. ये लोग हैं जिम्बाब्वे के खिलाफ खेलने के, जो छोटी टीमें हैं, ബാക്കി ബഡി ടീമൊക്കെ ഖിലാഫ് ഖേലने के काबिल नहीं है. ഇത്തരത്തിൽ മനോഹരമായ ഒരു കളി നേരിട്ട് കാണാനായതിന്റെ സന്തോഷത്തിലാണ് ഓരോ ഇന്ത്യൻ ആരാധകനും ഈ സ്റ്റേഡിയത്തോട് വിട പറഞ്ഞത്. ഇനി ഇവിടെ വെച്ച് തന്നെ ഇന്ത്യ കപ്പ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ഇന്ത്യൻ ആരാധകനും. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.